നമസ്കാരം. ഇറാന്റെ മിന്നലാക്രമണത്തിൽ ട്രംപിനെ തകർത്തു. 85 അമേരിക്കൻ താവളങ്ങൾ തരിപ്പണമാക്കി ഇറാന്റെ മിസൈലുകൾ. അമേരിക്കയുടെ പ്രവൃത്തിയുടെയും അവരുടെ നാവിന്റെയും ഗുണം കൊണ്ട് ഇറാന്റെ മിസൈലുകൾ നേരെ ചെന്ന് കയറി തകർത്തെറിഞ്ഞത് വെറും 5-10 കേന്ദ്രങ്ങളല്ല. അതിനുത്തരം 50-60 ഒന്നുമല്ല, മറിച്ച് ലോക പോലീസിന്റെ കൃത്യം 85 സൈനിക താവളങ്ങളാണ്. അമേരിക്കയ്ക്ക് ഇറാന്റെ മിസൈൽ ചരമഗീതം എഴുതി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. 85 അമേരിക്കൻ താവളങ്ങൾ തകർത്തിരിക്കുന്നു. വൻ ശക്തികളെ തകർത്ത് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് ഇറാന്റെ മിസൈൽ ചരമഗീതം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തുന്നു. അതൊരു പ്രതികാരമാണ്. ഇത്തരത്തിലൊരു പ്രതികാരം എന്നത് ഇറാനികൾക്ക് വെറുമൊരു വാക്കല്ല. ശത്രു ഏത് വൻശക്തിയായാലും കൃത്യസമയത്ത് കടുത്ത ശാന്തതയോടെയും അതിലേറെ കൃത്യതയോടെയും നടപ്പാക്കേണ്ട ഒരു കടമയാണ്. അമേരിക്കയുടെ നെഞ്ചു തുളച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ആകാശത്ത് അഗ്നിവർഷം തീർത്തപ്പോൾ ലോകത്തിന് മുന്നിൽ തെളിഞ്ഞത് ഇതേ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. വൻശക്തികളുടെ കളിത്തട്ടിൽ ഇത്തവണ കളിനിയമങ്ങൾ മാറ്റിമറിക്കുവാൻ തന്നെയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ നാവികസേനയ്ക്കും കപ്പലുകൾക്കും നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കളനിറഞ്ഞപ്പോൾ ലോക പോലീസിന്റെ അധികാര കേന്ദ്രങ്ങളാണ് വിറകുന്നത്. അമേരിക്കയുടെ പ്രവൃത്തിയുടെയും അവരുടെ നാവിന്റെയും ഗുണം കൊണ്ട് ഇറാന്റെ മിസൈലുകൾ നേരെ ചെന്ന് കയറി തകർത്തെറിഞ്ഞത് കേവലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേവലം 5-10 കേന്ദ്രങ്ങളല്ല, 50-60 അല്ല, മറിച്ച് ലോക പോലീസിന്റെ കൃത്യം 85-ലധികം വരുന്ന സൈനിക താവളങ്ങളാണ്. തങ്ങളുടെ നാവിക കരുത്തുകൊണ്ട് ഇറാന്റെ മിസൈലുകളെ തളയ്ക്കാനാവുമെന്ന അമേരിക്കയുടെ പറച്ചിലുകൾ വെറും വാചക കസർത്തുകൾ മാത്രമായിരുന്നു എന്ന് ഈ കനത്ത പ്രഹരം തെളിയിക്കുകയാണ്. സാമ്രാജ്യത്തിന്റെ അഹങ്കാരവുമായിട്ട് ഇറാനെ തൊഴാൻ വന്നവർക്ക് സ്വന്തം താവളങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനെ വെറുമൊരു ആക്രമണമായോ തിരിച്ചടിയായോ മാത്രം കണ്ട് തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്നും പശ്ചിമേഷ്യൻ മണ്ണിൽ ഇനി തങ്ങളുടെ ആധിപത്യം നടക്കില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ 85 താവളങ്ങളുടെ തകർച്ചയിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിച്ച വൻ ശക്തികളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ പ്രതിരോധ ശേഷി പുറത്തെടുക്കുമ്പോൾ ആഗോള ഊർജ്ജ വിപണിയും ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ പകച്ചു നിൽക്കുകയാണ്. ഇത് വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരുത്തി എഴുതാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ തുടക്കമാണ്. ഇറാന്റെ തെക്കൻ പ്രദേശങ്ങൾക്കെതിരായിട്ടുള്ള അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെയും മഷ്കറിലെയും തീരദേശ താവളങ്ങൾക്കുമൊക്കെ സൈനികേതര കേന്ദ്രങ്ങൾക്കും അവിടെ അവർക്ക് നേരെ ഉണ്ടായ അമേരിക്ക വ്യോമാക്രമണം നടത്തിയായിട്ടുള്ള ഇറാന്റെ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ ആക്രമണം നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ധാരണകളുടെ പരസ്യമായിട്ടുള്ള ലംഘനമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇരുപക്ഷങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ഇസ്ലാമാബാദ് ധാരണയെ അമേരിക്ക ചവിട്ടി മതിച്ചു എന്നാണ് ഇറാന്റെ ആരോപണം. അതിനെതിരെയാണ് തിരിച്ചടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതികരണം ആരംഭിച്ചതായിട്ട് IRGC വ്യക്തമാക്കുന്നത്. IRGCയുടെ പ്രസ്താവന പ്രകാരം ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായി മാറിയത് എന്നുള്ളതാണ്. ബഹ്റൈനിലെ പോർട്ട് സൽമാൻ മേഖലയിലുള്ള അമേരിക്കൻ 5ാം നാവികസേനയുടെ പ്രവർത്തന മേഖല, കുവൈറ്റിലെ അലി അൽ സലൈം വ്യോമതാവളം ഉൾപ്പെടെ നിരവധി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു എന്നുള്ള അവകാശവാദം വയ്ക്കുന്നത് ഇറാനാണ്. അപ്പൊ സംയുക്ത മിസൈൽ ഡ്രോൺ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കയുടെ നിരീക്ഷണ ആക്രമണ ശേഷിയുടെ പ്രധാന ഘടകമായിട്ടുള്ള ഒരു MQ-9 ഡ്രോൺ വെടിവെച്ചതായിട്ടും IRGC അറിയിക്കുന്നത് തന്നെ അമേരിക്കയെ തകർത്തെറിയാൻ പോകുന്ന ആണവശേഷി അവർക്കുണ്ട് എന്നുള്ളതാണ്, ആയുധശേഷി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ ഹൃദയഭാഗമായാണ് ബഹ്റൈനിലെ 5ാം നാവികസേനയുടെ ആസ്ഥാനം കണക്കാക്കപ്പെടുന്നത്. പേർഷ്യൻ ഗൾഫിലെയും ഹോർമൂസ് കടലിടുക്കിലെയും അമേരിക്കൻ നാവിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം കൂടിയാണ്. അതേസമയം കുവൈറ്റിലെ അലി അൽ സലൈം വ്യോമതാവളം അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങൾ ഒന്നാണ്. അപ്പോൾ ഈ കേന്ദ്രങ്ങൾ നേരിട്ട് ലക്ഷ്യമാക്കപ്പെട്ടെന്ന അവകാശവാദം ശരിയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള സാധാരണ പ്രത്യാക്രമണമല്ല എന്നും മറിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം നേരിട്ട് വെല്ലുവിളിക്കുന്ന നീക്കമാണ് എന്നും നിരീക്ഷകരടക്കം വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ വധവും തുടർന്ന് നടന്ന ശവസംസ്കാര ചടങ്ങുകളും ഇറാനിയൻ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചുവെന്നാണ് IRGC പറയുന്നത്. ടെഹ്റാനിലും ഖോമിലും തുടർന്ന് ഇറാഖിലെ നജാഫ്, കർബല തുടങ്ങിയ വിശുദ്ധ നഗരങ്ങളിലുമായിട്ട് നടന്ന വിടവാങ്ങൽ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് ഇറാന്റെ അവകാശവാദം. അപ്പോൾ ഈ ജനപങ്കാളിത്തവും അതിന്റെ ആഗോള രാഷ്ട്രീയ പ്രതിഫലനവും മറച്ചുവെക്കുവാനാണ് അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് IRGCയുടെ നിലപാട്. അമേരിക്കൻ നടപടികൾ രാഷ്ട്രീയമായും തന്ത്രപരമായും പരാജയപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ജനങ്ങളുടെ വികാരങ്ങളെ തകർക്കാനും ദേശീയ ഐക്യം ദുർബലപ്പെടുത്തുവാനും ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ തിരിച്ചടിയായി എന്നും മറിച്ച് രാജ്യത്തിനകത്തെ പ്രതിരോധ മനോഭാവം കൂടുതൽ ശക്തിപ്പെട്ടുവെന്നുമാണ് ഇറാനിയൻ വാദം. ദേശീയ അഭിമാനത്തിന്റെയും മതപരമായിട്ടുള്ള വികാരങ്ങളുടെയും പ്രതീകമായിട്ട് മാറിയ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ലോകശ്രദ്ധ നേടിയതോടെ അമേരിക്കയ്ക്ക് രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടുവെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനിടെ IRGC നാവികസേന മേധാവി നടത്തിയ പ്രസ്താവനകളും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്കയ്ക്കും
ഇസ്രായേലിനുമെതിരായിട്ടുള്ള പ്രതികാരം അവസാനിച്ചിട്ടില്ല എന്നും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ഈ ഇറാന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച നേതാവിന്റെ പാത പിന്തുടരുവാൻ ഇറാന്റെ സായുധ സേന പ്രതിജ്ഞാബദ്ധമാണ് എന്നും രാജ്യത്തിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക വരുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ചാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഈ കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ സംഘർഷം രൂക്ഷമാകുന്നത് ആഗോള എണ്ണ വിലകളിലും വ്യാപാര പാതകളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടാകും. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ഇറാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ ചെറിയ ഒരു ഏറ്റുമുട്ടൽ പോലും വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പശ്ചിമേഷ്യയിലെ ഓരോ പുതിയ സ്ഫോടനവും ലോക സമ്പദ് വ്യവസ്ഥയുടെയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെയും ഒക്കെ നാഡികളെയാണ് സ്പർശിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും തുറന്ന സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ അതോ നയതന്ത്ര ഇടപെടലുകൾക്ക് ഇപ്പോഴും അവസരമുണ്ടോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ച ഒരു സത്യമുണ്ട്. മിസൈലുകൾക്ക് നഗരങ്ങളെ തകർക്കാൻ കഴിയും, പക്ഷെ ഒരു ജനതയുടെ രാഷ്ട്രീയ മനോവീര്യത്തെയും നിലപാടിനെയും അത്ര എളുപ്പത്തിൽ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ഗൾഫിന്റെ ആകാശത്ത് മുഴങ്ങിയത് വെറും മിസൈലുകളുടെ ശബ്ദമല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ശക്തി സമവാക്യങ്ങളുടെ പ്രതിധ്വനിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്കയുടെ പ്രവൃത്തിയും അവരുടെ നാവിന്റെ ഗുണവും ഒക്കെ കൊണ്ട് ഇറാന്റെ മിസൈലുകൾ 85ഓളം വരുന്ന അമേരിക്കൻ താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലും കൃത്യതയോടുകൂടി അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണം എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ അമേരിക്ക അവസാനിക്കുകയാണ്. ട്രംപ് ഇതോടുകൂടി വച്ചൊഴുകയാണ്, ട്രംപിനെ തകർത്ത് എറിയുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇറാൻ ചരമഗീതം കുറിക്കുകയാണ് മിസൈലുകൾ.